എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുജമോൾ ഇബ്രഹാം. എൻ്റെ സ്വദേശം കോട്ടയമാണ്. ഞാനൊരു MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അതിനുശേഷം ബി.എഡ് എന്നായിരുന്നു എല്ലാവരെയും പോലെ എൻ്റെ മനസ്സിലും ബി.എഡ് തന്നെ ആയിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു കോവിഡിൻ്റെ സമയമൊക്കെ ആയപ്പോഴേക്കും പിന്നെ അതിനോടുള്ള താല്പര്യം പോവുമായിരുന്നു. പിന്നെ അതിനുശേഷം പെട്ടെന്നൊരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ബാങ്കിങ് തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു. അതിന് കാരണം എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ICD പഠിച്ച് ജോലി നേടിയ ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ICD തന്നെ ജോയിൻ ചെയ്യാൻ വന്നത്. കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ICD ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ വന്ന് അഡ്മിഷൻ എടുത്തത്. 2021 ഒക്ടോബറിലായിരുന്നു. അതിനുശേഷം അന്നത്തേക്കും ആ വർഷത്തെ എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിനുശേഷം 2022 എക്സാംസ് വന്നപ്പോൾ അതെല്ലാം പഠിച്ച് തന്നെ ചെയ്തു. അപ്പോൾ പ്രിലിംസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആദ്യം എഴുതുമ്പോൾ തന്നെ കിട്ടുന്നല്ലോ. ഇതിനു മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും അത് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ അതിന് മുമ്പത്തെ തവണ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ പ്രോപ്പർ കോച്ചിങ് ഇല്ലാതെയായിരുന്നു. പക്ഷെ ഇതിപ്പോ പഠിച്ചു തുടങ്ങി കഴിഞ്ഞിട്ട് ചെയ്തപ്പോൾ 3-4 പ്രിലിംസ് ക്ലിയർ ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് കരുതി. പക്ഷെ മെയിൻസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്റെ സൈഡിലുള്ള എഫേർട്ട് ഇത്രയും പോരാന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 2023 SBI PO ക്ലിയർ ചെയ്തു. ICDയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ലാബ്, അതുപോലെ ലൈബ്രറിയിൽ ധാരാളം മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ലാബ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കല്ലുവാതുക്കൽ ക്യാമ്പസിലാണ്. ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും എല്ലാ ഫെസിലിറ്റീസും ഈ ക്യാമ്പസിൽ തന്നെ ഉണ്ട്. അപ്പോൾ എപ്പോൾ വേണേലും നമുക്ക് ലാബും ലൈബ്രറിയിലും ഒക്കെ പോയിരിക്കാം. ഇരുന്ന് പഠിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ലിറ്ററേച്ചർ ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ്ങിലേക്ക് പോകുമ്പോൾ ഒത്തിരി പേരോട് സംശയം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാനും അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് ശ്രമിക്കാം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇംഗ്ലീഷ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ മാത്സിൽ ഞാൻ അത്ര നല്ലൊരു സ്റ്റുഡൻ്റ് അല്ലായിരുന്നു സ്കൂളിൽ വെച്ചൊക്കെ. അതുകൊണ്ട് മാത്സ് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ, വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ട്രാക്കിലാവാൻ കുറേ സമയം എടുത്തു. അതുപോലെ റീസണിങ് ആണെങ്കിലും പ്രിലിംസിന്റെ റീസണിങ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെയിൻസ് വരുമ്പോൾ അത് നല്ല ഡിഫിക്കൽട്ടാണ്. പിന്നെ GA ആണെങ്കിൽ GA അങ്ങനെ മുമ്പ് പഠിച്ച് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതിനും ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഡെയിലി GA പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തന്നെ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. പ്രിലിംസ് എക്സാം കഴിഞ്ഞ് മെയിൻസിലേക്ക് കയറാൻ നേരത്ത് അപ്പോൾ മാത്രം GA പഠിക്കാം എന്ന് കരുതുന്ന ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാവില്ല. ഡീപ്പായിട്ടായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ആദ്യത്തെ വർഷത്തെ എക്സാംസ് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവാതെ വന്നപ്പോൾ നിർത്തിയാലോ വേറെന്തെങ്കിലും നോക്കിയാലോ എന്നൊക്കെ ആലോചനകളുണ്ടായിരുന്നു. പക്ഷെ എനിക്കിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിരുന്നു ആഗ്രഹം. കാരണം ഞാൻ ഇത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. മറ്റൊരു കോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിലേക്ക് പോകുമ്പോഴോ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ വീണ്ടും പഠിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മന്ത്സ് കൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു ബാങ്ക് ജോലി നേടുക എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അത് റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് എല്ലാവർക്കും അങ്ങനെ സാധിക്കില്ല. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിച്ചെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ അല്ലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല, നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ല എന്ന് വരുമ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്യുന്നത് വളരെ എന്താ പറയാ, അതൊരു അപക്വമായ തീരുമാനം തന്നെയായിരുന്നു. ഇതിന്റെ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും കൂടുതൽ പ്രിലിംസ് ഒക്കെ കിട്ടാൻ തുടങ്ങി, മെയിൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 3 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. ആദ്യം ഫെഡറൽ ബാങ്കിന്റെ ആയിരുന്നു. പിന്നെ IBPS POയും SBI POയും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അതിനൊക്കെ കോച്ചിങ് തേവള്ളിയിൽ JK സാർ തരുന്നുണ്ടായിരുന്നു. അതുപോലെ മോക്ക് ഇന്റർവ്യൂ നടത്താനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് സാറ് മോക്ക് ഇന്റർവ്യൂസും തരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് ആന്റിസിപ്പേറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് സാറ് പറയായിരുന്നു. അത് സാറ് നമ്മളത് ചെയ്തെന്ന് ഉറപ്പാക്കാൻ നമ്മളെ കൊണ്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് വായിപ്പിക്കായിരുന്നു ഇന്റർവ്യൂ ക്ലാസ്സിന് പോകുമ്പോൾ. അങ്ങനെ നല്ല സപ്പോർട്ട് ICD നിന്ന് കിട്ടിയിട്ടുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ട്രിക്സ് ഒക്കെ പറഞ്ഞു തരും. അതെ, QAക്ക് ആണെങ്കിലും റീസണിങ്ങിനാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും എല്ലാ ടീച്ചേഴ്സിനോടും വളരെ നന്ദിയും കടപ്പാടും ഉണ്ട്. കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്നാണല്ലോ. ഇപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അത് ഏത് പരീക്ഷയും ആയിരിക്കട്ടെ, നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിച്ച ലെവലിൽ മാത്രം പഠിച്ചാൽ പോരാ. കാരണം സ്കൂളിലോ കോളേജിലോ നമുക്ക് മുകളിലെത്തുക, അതിനുവേണ്ടി നമ്മൾ ആഞ്ഞു പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു മത്സര പരീക്ഷ ആകുമ്പോൾ മറ്റുള്ളവരെ തോൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതൊരു ഫാക്റ്റാണ്. ഞാൻ 2 വർഷം ICDയിൽ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പൊ അതുപോലെ ഒരുപാട് പേരുണ്ട്. കുറഞ്ഞ സമയത്ത് കിട്ടുന്നവരുണ്ട്, കൂടുതൽ സമയത്ത് കിട്ടുന്നവരുണ്ട്. അത് നമ്മുടെ അധ്വാനം പോലെയും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ദൈവാനുഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ
ഒരു തവണ ഫെയിലിയർ വന്നാൽ അത് തളർന്നു പോവാതെ അതിനെ കണ്ടിന്യൂ ചെയ്യുക, കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. താങ്ക് യു.